അപ്പോൾ പാർട്ട് 3 നമ്മൾ അവസാനിപ്പിച്ചത് दीपावली छुट्टी के बाद आने वाली बेला के सिर पर സഫേദ് പട്ടി ബാന്ധി തി ഒരു വെള്ള ബാൻഡേജ് ബന്ധിച്ചിരുന്നു. കുട്ടികൾ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. സഫേദ് വട്ടി വാലി എന്നും സുൽത്താന ടാക്കു എന്ന് വിളിച്ചുകൊണ്ട് കുട്ടികളെ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കെ ये दृश्य देखने वाले साहिल ने पूछा, साहिल ചോദിച്ചു, क्या हुआ भैला, നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു. ഛത്ത് സേ ഗിർ ഗയി, ഛത്ത് സേ ഗിർ ഗയി, മേൽപ്പുരയിൽ നിന്ന്, ടെറസിൽ നിന്ന് വീണുപോയി. ബേലാനെ ഹാംസത്തെ ഹുയെ കഹാ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓർ കഹാ, വീണ്ടും പറഞ്ഞു, ബഹുത്ത് ദിൻ ഹോ ഗയേ, ഒരുപാട് ദിവസമായില്ലേ. ആജ് ഖേൽഖണ്ഡി മേ, ഇന്ന് ഖേൽഖണ്ഡി മേ PT പീരിയഡിൽ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്കെ ഖേലെങ്കെ, ഗാന്ധി ചൗക്ക് മേ, ഗാന്ധി പാർക്കിൽ ലങ്കടി ടാങ്കെ ഖേലെങ്കെ, 1.25 കൊണ്ടുള്ള കളി അല്ലേ, നമ്മളെ നാട്ടിൽ കക്ക് കളിക്കുക എന്ന് പറയും. അപ്പോൾ ആ കക്ക് കളി ഇന്ന് കളിക്കാം എന്ന് ആര് പറഞ്ഞു? ബേല സാഹിലിനോട് പറഞ്ഞു. നഹി ഖേലെങ്കെ, വേണ്ട, കളിക്കണ്ട. തെരേ സിർ മേ ഫിർ സേ ലഗ് ജായെങ്കി ഥോ, നിന്റെ തലയിൽ വീണ്ടും മുറിവെങ്ങാനും വന്നു പോയാലോ, അതുകൊണ്ട് കളിയൊന്നും വേണ്ട എന്ന് ആര് പറഞ്ഞു? സാഹിൽ ബേലയോട് പറഞ്ഞു. നഹി ലഗേഗി, അങ്ങനെ സംഭവിക്കില്ല. ബേലാനെ ജിദ് കി, ജിദ് ശാഠ്യം, ബേല ശാഠ്യം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलखंडी में लंगड़ी टांगे खेले. वे हमेशा की तरह, എന്നേക്കും പോലെ, എല്ലാ സമയം പോലെ, സാരേ ബച്ചോं के साथ, മുഴുവൻ കുട്ടികളുമായിട്ട്, ഗാന്ധി ചൗക്ക് കി, ഗാന്ധി ചൗക്കിലെ ബാലുമേ, മണലിൽ, പൂരി ഖേൽഖണ്ഡി, ആ പൂരി ഖേൽഖണ്ഡി, ആ PT പീരീഡ് മുഴുവൻ ലങ്കടി ടാങ്കെ കേലെ, കക്ക് കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर ഗാന്ധി की മൂർത്തി ऐसी दिखाई पड़ती. ലേഖകൻ ഇവിടെ പറയുന്നത് നോക്കൂ. ഇൻ ബച്ചോങ്കോ, ഈ കുട്ടികളുടെ, അപ്പനെ ചാരോ ഓർ, തൻ്റെ ചുറ്റുപാടും, ഖേൽത്തേ ദേക്കർ, കളിക്കുന്നത് കണ്ടിട്ട്, ഗാന്ധിയുടെ പ്രതിമ തൻ്റെ ചുറ്റുപാടും കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ട്, ആസി ദിഖായി പെടുത്തി, ആ പ്രതിമയെ അങ്ങനെ കാണപ്പെടുന്നു എന്നാ, അങ്ങനെ കാണപ്പെടുന്നു. എങ്ങനെ? ജയ്സെ ഓർ സമയസെ കുച്ച് അധിക മുഷ്കുരാ രഹി ഹേ, ജയ്സെ അതുപോലെ, और समय से എല്ലാ സമയത്തേക്കാൾ, കുച്ച് അധികം മുഷ്കുരാ രഹി ഹേ, കുറച്ചധികം പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന പോലെ. ഒരു പ്രതിമ ജീവനില്ലാത്ത വസ്തുവാണ്, അതെങ്ങനെയാണോ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് അതുപോലെ ആയിരിക്കും ഹമേഷ, എല്ലായ്പ്പോഴും. എന്നാൽ ലേഖകൻ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഈ സമയത്ത്, കുട്ടികളുടെ കളിയുള്ള സമയത്ത്, ഈ പ്രതിമ ഒന്നും കൂടെ കൂടുതൽ പുഞ്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന്. അതൊരു പ്രയോഗമാണ്, സൈഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ആൻസർ പറയാം. ക്വസ്റ്റ്യൻ പറയുന്നു നോക്കൂ. ഇൻ ബച്ചോं को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती. ഇതിൽ പറയുന്ന പോലെ തന്നെയാണ്. എന്താണ്? ഈ കുട്ടികൾ തൻ്റെ ചുറ്റുപാടും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ അങ്ങനെ കാണപ്പെടുന്നു. കുച്ച് അധിക മുഷ്കുരാ രഹി ഹോ, കുറച്ചധികം പുഞ്ചിരിക്കുന്ന പോലെ. ഇസ്ക മത്ലബ് ക്യാ ഹൈ, ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ അതിൻ്റെ ആൻസർ, അതിൻ്റെ ഒരു മറുപടി, മത്ലബ് എന്താണെന്നുള്ളത് എഴുതി കാണിക്കാം. ഓക്കെ. രവിവാർ കാ ദിൻ താ, ഒരു ഞായർ ദിവസമായിരുന്നു. അപ്പം അങ്ങനെ ആ ദിവസം കഴിഞ്ഞു, ദീപാവലി കഴിഞ്ഞു, കുട്ടി സ്കൂളിലേക്ക് വന്നു, അവർ ഖേൽഖണ്ഡിയൊക്കെ കളിച്ചു, ഖേൽഖണ്ഡി PT പീരീഡ് കക്കൊക്കെ കളിച്ചു. പിന്നെ ഒരു രവിവാർ കാ ദിൻ താ, ഒരു ഞായർ ദിവസമായിരുന്നു. साहिल अपने घर में नीम पेड़ की डाली पकड़कर चूम रहा था. സാഹിൽ അപ്പനെ ഗർമേ, സാഹിൽ തൻ്റെ വീട്ടിൽ നീം പേട് കി ഡാലി, ഒരു
വേപ്പ് മരത്തിൻ്റെ കൊമ്പ് പിടിച്ചിട്ട് പക്കടക്കർ പിടിച്ചിട്ട് ചൂം രഹാത്ത ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മരത്തിൻ്റെ കൊമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏക്ക് സ്റ്റൂൾ പർ ചടുക്കർ ചൂൽത്താത്ത, ഒരു സ്റ്റൂൾ പർ ചടുക്കർ, ഒരു സ്റ്റൂളിൽ കയറിയിട്ട് ചൂൽത്താത്ത ആടിയിരുന്നത്. അതായത് സ്റ്റൂളിൽ കയറി കൊമ്പ് പിടിച്ച് ഇങ്ങനെ ആടുകയായിരുന്നു. അച്ചാനക് പെട്ടെന്ന് ടൂട്ടെ സ്റ്റൂൾ കി ഏക്ക് കീലെ സാഹിൽ കി പിണ്ടലി മേലേക്ക് കൈ. പെട്ടെന്ന് ടൂട്ടെ സ്റ്റൂൾ കി, പൊട്ടിയ സ്റ്റൂളിൻ്റെ എക്കീൽ ഒരാണി, സാഹിൽ കി പിണ്ടലിമേം, സാഹിലിൻ്റെ ഞെരിയാണിയിൽ, പിണ്ടലി ഞെരിയാണി, പിണ്ടലി ഞെരിയാണിമേ ലഗ് ഗൈ കൊണ്ടുപോയി. एक इंच गहरा, ഒരു ഇഞ്ച് ഗഹര ആയത്തിലുള്ള ഗട്ട, ഗട്ട ഗട്ടർ ഹോ ഗയ, ഒരു ഗട്ടർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇഞ്ച് ആയത്തിലുള്ള ഒരു മുറിവ്, ഒരു ഇഞ്ച് ആയത്തിലുള്ള ഒരു മുറിവുണ്ടായി. ഉസേ സർക്കാരി അസ്പത്താൽ മേ പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായ ഗയാ. അവൻ എന്ത് ചെയ്തു? സർക്കാരി അസ്പത്താൽ മേ, ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ പട്ടി ബന്ധുവാനെ കെ ലിയെ ബാൻഡേജ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ജായ ഗയ കൊണ്ടുപോയി. ഉസ്നെ ദേഖ, അവൻ കണ്ടു, കി എന്തെന്നാൽ ദോ ലോഗോങ്കോ ചോടുക്കർ, ഇവരിങ്ങനെ വരിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദോ ലോഗോങ്കോ ചോടുക്കർ, മുന്നിലുള്ള രണ്ടാളുകളെ ചോടുക്കർ മാറ്റിയാൽ ആകെ തൊട്ടു മുന്നിൽ ആരാണ്? ബേല ഗഡി ഹേ, ബേല നിൽക്കുന്നുണ്ട്. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹേ, അവൾ തലയിൽ വീണ്ടും ബാൻഡേജ് കെട്ടാൻ വേണ്ടി, ബന്ധിക്കാൻ വേണ്ടി, ബാൻഡേജ് ചുറ്റാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ, സ്കൂളിൽ വന്നു പോകുന്ന, സ്കൂളിലേക്ക് വന്നു പോകുന്ന, ആത്തേ ജാത്തേ ഹുയെ വന്നു പോകുന്ന, ഓർ കച്ചാമേം ക്ലാസ്സുകളിലും, കൈ ദിനോത്തെ കുറേ ദിവസങ്ങൾ വരെ, ദോ രണ്ട് ഏസെ ബച്ചെ അങ്ങനത്തെ കുട്ടികളെ ദിക്കായി ദേത്തെ കാണപ്പെട്ടു. എങ്ങനത്തെ കുട്ടികളെ? ജിന്മേ സെ ഏക് സിർ പർ പട്ടി ബന്ദി ഹോത്തി ഹോ, അതായത് ഏതോ ഒരു കുട്ടിയിൽ സിർപ്പർ, ഒരാളിൽ എന്തുണ്ട്? സിർപ്പർ, തലയിൽ പട്ടി ബന്ദി ഹോത്തി, ബാൻഡേജ് ബന്ധിച്ചിരിക്കുന്നു. ഓർ ഏക് കി പിണ്ടലിമേ, ഒരാളുടെ ഞെരിയാണിയിലും ബാൻഡേജ് ബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ദീപാവലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരാളുടെ തലയിലാണ് ബാൻഡേജ് എന്നെങ്കിൽ പിറ്റത്തെ ഞായറാഴ്ച ആയപ്പോഴേക്കും എന്ത് ചെയ്തു? പിറ്റത്തെ സൺഡേ ആയപ്പോഴേക്കും രണ്ടു പേർക്കും ബാൻഡേജ് ഉള്ള കുട്ടികളായി മാറി. അപ്പോൾ അവരെല്ലാ സമയത്തും സ്കൂളിലേക്ക് വന്നു പോകുന്നതും, സ്കൂളിൽ ഒഴിവുള്ള വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെയും ക്ലാസ്സുകളിലും ഒക്കെ ഇവരെങ്ങനെ കാണാൻ തുടങ്ങി. സഫേദ് പട്ടി വാലെ യേ ദോനോ കഹി പർ കി സാത്ത് ഹി ദിക്കായി ദേ താ. സഫേദ് പട്ടി വാലെ, ഈ വെള്ള ബാൻഡേജുകാരികളെ, ദോനോ ഏക് കഹീം പർ, ബാൻഡേജുകാരികളായ ഇവർ രണ്ടുപേരെയും കഹീം പർ ഏക് ഹി സാത്ത് ദിക്കായി ദേ താ, എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരുമിച്ച് കാണപ്പെടുകയുണ്ടായി. നോക്കൂ, അവസാനത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട പാരഗ്രാഫാണ്. നോക്കൂ, പാഞ്ചവീ കക്ഷാ കാ റിസൾട്ട് ആകയ, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോ ചട്ടീമേ ആകയ, അങ്ങനെ ഒരു വർഷം അവസാനിക്കുകയാണ്. നമ്മളൊരു ജൂൺ മാസത്തിലാണ് ഈ കഥ ആരംഭിച്ചത്. മെയ് മാസത്തിലാണ് സാധാരണ സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യുക? റിസൾട്ട് വരിക. അപ്പോൾ ആ റിസൾട്ട് വരുന്ന ഒരു സമയത്തേക്ക് ഈ കഥ എത്തി നിൽക്കുകയാണ്. പാഞ്ചവീ കക്ഷാ കാ റിസൾട്ട് ആകയ, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നുപോയി. ദോനോ ചട്ടീമേ ആകയ, രണ്ടുപേരും എവിടെ എത്തി? 6ാം ക്ലാസ്സിലെത്തി. യഹ് സ്കൂൾ പാഞ്ചവീൻ തക്ക് ഹീത്ത, അല്ലേ? പിന്നെ 6, 7, 8 അപ്പർ പ്രൈമറി ആയിട്ട് ഉള്ളത്. അപ്പോൾ ആ പ്രൈമറി തലത്തിലുള്ള ക്ലാസ് അവസാനിക്കുന്ന ഒരു സ്കൂളാണ്. ഇനി 6, 7, 8 അടുത്ത ഒരു ലെവലിലുള്ള സ്കൂള്. അതുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവർ 6ാം ക്ലാസ്സിലേക്ക് എത്തി. സാഹിൽ, അബ് തും കഹാ പഠോകെ, സാഹിലെ നീ എവിടെയാ പഠിക്കുക? അബ് തും കഹാ, എവിടെ? പഠോകെ, പഠിക്കും. ബേലാനെ പൂച്ച, ബേല ചോദിച്ചു. और तुम कहाँ पढ़ोगी बेला, നീ എവിടെ പഠിക്കും ബേല? തിരിച്ച് സാഹിലിനെ പൂച്ച, സാഹിലും ചോദിച്ചു. മേരെ പപ്പ കഹ് രഹേ തേ, എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു, കി എന്തെന്നാൽ, തുझे രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കേ ഓർ തും, ഗേൾസ് മാത്രമുള്ള പാഠശാലയിൽ വിദ്യാലയത്തിൽ എന്ത് ചെയ്യും? പഠായെങ്കേ, പഠിപ്പിക്കും. ഓർ തും, നീയോ എന്ന് തിരിച്ചു ചോദിച്ചു. മുझे അഗലേ സാൽ അജ്മീർ ഭേജാ ദേംഗേ, എന്നെ അടുത്ത വർഷം എവിടേക്ക് അയക്കും? അജ്മീറിലേക്ക് അയക്കും. എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് അയക്കും. വഹാ ഏക് ഹോസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. घर से दूर वहाँ अकेला रहूँगा, വീട്ടിൽ നിന്ന് വളരെ ദൂരെ ഞാൻ ആ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് പഠിക്കുമെന്ന് ആര് പറഞ്ഞു? സാഹിൽ.
ക്യോ സാഹിൽ, എന്തുകൊണ്ടാ സാഹിലെ? വിഷമത്തോടു കൂടി ചോദിക്കുക, എന്തുകൊണ്ടാണ് നീ അവിടേക്ക് പോകുന്നത്? പത്താ നഹീം, അറിയില്ല. ക്യോ, എന്തുകൊണ്ട്? പത്താ നഹീം, അറിയില്ല. ക്യോ, എന്തുകൊണ്ട്? തോ, അപ്പോ യാനി, അതായത് കി അബ് തും ഫുലേര മേ ഹി നഹി രഹേഗ, അപ്പോ ഇനി നീ ഫുലേര ജംഗ്ഷനിൽ ഉണ്ടാവുകയില്ല അല്ലേ എന്ന് ചോദിച്ചു. നഹീം, ഇല്ല. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിക്കുമോ? സാഹിൽ, ബേലാക്ക റിപ്പോർട്ട് കാർഡ്. റിപ്പോർട്ട് കാർഡ് മീൻസ് പ്രോഗ്രസ് കാർഡ്. പ്രോഗ്രസ് കാർഡ് ദേഖ് രഹാ താ, നോക്കിക്കൊണ്ടിരുന്നു. ഓർ ബേല സാഹിൽ കാ, ബേല സാഹിലിൻ്റെ. ആജ്, ഇന്ന്. ആഖിരി ബാരി, അവസാന വട്ടം. വേ ഏക് ദൂസരിക്ക്, ഒരാൾ മറ്റൊരാളുടെ കൊയ് ചീസ്കു, ഒരു വസ്തുവിനെ ചൂക്കക്കർ ദേഖ് രഹാ താ, തൊട്ടു നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പ്രോഗ്രസ് കാർഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പാട്ടുകൂടി നമുക്കൊരു പ്രോക്തി ഇവിടെ പഠിക്കാനുണ്ട്. ഭവിഷ്യത്ത് കാൽ, നമ്മുടെ ഈ പാഠഭാഗങ്ങളിലെ അവസാന ഭാഗങ്ങളിൽ വരുന്ന ക്രിയകൾ അവസാനിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് ആ ഭവിഷ്യത്ത് കാലിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പാഠഭാഗത്തിൽ നമുക്ക് ഒരു ഭവിഷ്യത്ത് കാൽ, ഭാവി കാലത്തെക്കുറിച്ചൊന്ന് പഠിക്കാം. നമ്മുടെ ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ഡയലോഗ്സുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതുപോലെയുള്ള, അതായത് പടേക, പടേഗി, രഹേങ്കെ എന്നൊക്കെ നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാകും. വാക്യത്തിൻ്റെ അവസാനം അത് ഭവിഷ്യത്ത് കാൽ പ്രയോഗമാണ്. വർത്തമാൻ കാൽ, ഭൂതകാൽ ഓർ ഭവിഷ്യത്ത് കാൽ. അതിന് ഭവിഷ്യത്ത് കാലമാണ് ഞാനിവിടെ നിങ്ങൾക്കിപ്പോൾ പഠിപ്പിക്കുന്നത്. ഭവിഷ്യത്ത് കാലത്തിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സാമാന്യ ഭവിഷ്യത്ത് കാലം, സംഭാവ്യ ഭവിഷ്യത്ത് കാലം, രണ്ടെണ്ണം ഉണ്ട്. അതിൽ സാമാന്യ ഭവിഷ്യത്ത് കാലം മാത്രമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യം അറിയേണ്ട ചില കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ സബ്ജക്റ്റുകൾ, 4 ടൈപ്പിലുള്ള സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്. ഒന്ന് മേം, ഞാൻ എന്ന് പറയുന്ന മേം. രണ്ടാമത്തത് തും. മൂന്നാമത്തത് ഏകവചന ശബ്ദങ്ങളാണ്. സർവനാമങ്ങളിൽപ്പെട്ട ഏകവചന ശബ്ദങ്ങളും ഒരു പേര്, ഒരു വസ്തു തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടതാണ് ഏകവചനങ്ങൾ. ഉദാഹരണമായിട്ട് രാജു, അതൊരു ഏകവചനമാണ്. വഹ്, അത് ഏകവചനമാണ്. ഇങ്ങനെയുള്ള ഏകവചനങ്ങൾ. ബഹുവചനം എന്ന് പറയുന്നത് സർവനാമങ്ങളിൽപ്പെട്ട ബഹുവചനമായ പദങ്ങളും അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതലുള്ള വസ്തുക്കൾ, പേരുകൾ, അതുപോലെ ബഹുമാനിക്കേണ്ട, ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ബഹുമാനിക്കേണ്ട വസ്തുക്കളെയും പേരുകളെയും നമ്മൾ ബഹുവചനത്തിനാണ് ഉൾപ്പെടുത്തുക. ഉദാഹരണമായിട്ട് മാ, പിതാ, അധ്യാപക്, അധ്യാപിക, ബഡാബായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നില്ലേ, അതൊക്കെ ബഹുവചനത്തിലാണ്. ഇതാദ്യം നിങ്ങൾക്ക് അറിയും. 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒന്ന് മനസ്സിലാക്കേണ്ട ക്രിയാധാതുവാണ്. ക്രിയാധാതു എന്ന് പറയുന്നത് സാമാന്യ ക്രിയകളിൽ നിന്ന് നമ്മൾ ന ഒഴിവാക്കിയാൽ കിട്ടുന്ന ഭാഗമാണ് ക്രിയാധാതു. ഉദാഹരണമായിട്ട് പഠന, പഠനയുടെ ക്രിയാധാതു പട്. ചലന, ചലനന്റെ ക്രിയാധാതു ചൽ. ദേഖന, ദേഖനന്റെ ക്രിയാധാതു ദേഖ്. ആന, ആനന്റെ ക്രിയാധാതു ആ. ഇങ്ങനെയുള്ളതാണ് ക്രിയാധാതുക്കൾ. ഈ ക്രിയാധാതുക്കളോട് കൂടി ഈ സബ്ജക്റ്റ് വരുമ്പോൾ ക്രിയാധാതുവിൻ്റെ അവസാനത്തോട് കൂടി ഈ പറയപ്പെടുന്നവ ചേർത്ത് കൊടുത്താൽ വാക്യം പൂർത്തീകരിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതൊക്കെ സബ്ജക്റ്റുകളാണ്. മേൻ്റെ കൂടെ ഈ ഒരൊറ്റ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. തുമ്മിൻ്റെ കൂടെ ഈ ഒരു ഒറ്റ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഏകവചനങ്ങളിൽ ഒരുപാട് സബ്ജക്റ്റുകൾ വരാം, ഒരുപാട് പേരുകൾ വരാം. ഒന്ന് മാത്രമുള്ള പേരുകളൊക്കെ ഏകവചനത്തിലാണ്. ബഹുവചനത്തിൽ ഒന്നിൽ കൂടുതലുള്ള പേരുകളും സർവനാമങ്ങളിൽപ്പെട്ട പദങ്ങളും അതുപോലെ ഒന്നിൽ കൂടുതലുള്ള വസ്തുക്കൾ. ഉദാഹരണമായിട്ട് ദോ കലം, 2 പേന. 2 പേന എന്ന് പറയുന്ന ബഹുവചന പദമാണ്. അങ്ങനെയുള്ള പദങ്ങളും. എന്നിട്ട് ക്രിയാധാതു, ഞാൻ പറഞ്ഞു സാമാന്യ ക്രിയകളിൽ നിന്ന് ന ഒഴിവാക്കിയാൽ കിട്ടുന്ന ഭാഗത്തെ ക്രിയാധാതു എന്ന് പറയുന്നു. ഈ ക്രിയാധാതുക്കളോട് കൂടി ഊങ്ക, ഊങ്കി. ഇത് പുല്ലിംഗ ഏകവചനം, ഇത് പുല്ലിംഗം, ഇത് സ്ത്രീലിംഗം. ഊങ്ക, ഊങ്കി. അതുപോലെ തുമ്മാണ് സബ്ജക്റ്റ് എങ്കിൽ ആ ക്രിയാധാതുവിനോട് കൂടി ഓകെ, ഓഗി.
ഓകെ ഓഗി, ഇത് പുല്ലിംഗം, ഇത് സ്ത്രീലിംഗം. ഇനി ഏകവചനങ്ങളാണ് സബ്ജക്റ്റായി വരുന്നത് എങ്കിൽ ക്രിയാധാതുക്കളോട് കൂടി ഏക, ഏകി എന്ന് ചേർക്കും. ഇത് പുല്ലിംഗം, ഇത് ഏകി എന്ന് പറയുന്നത് സ്ത്രീലിംഗം. ഇനി ബഹുവചനമാകുമ്പോൾ ക്രിയാധാതുക്കളോട് കൂടി ഏങ്കെ, ഏങ്കി. ഏങ്കെ പുല്ലിംഗം, ഏങ്കി സ്ത്രീലിംഗം. ഇതാണ് ചേർക്കേണ്ടത്. ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഉദാഹരണങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. എന്നിട്ട് വേണം ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാൻ, എഴുതി അതും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നോക്കൂ, ഉദാഹരണങ്ങൾ നോക്കൂ. ഇവിടെ സബ്ജക്റ്റ് മേ നൽകിയിട്ടുണ്ട്. മേ ഹിന്ദി പഠൂങ്ക. അപ്പോൾ മേ സബ്ജക്റ്റ്, പഠന എന്ന ക്രിയയുടെ ക്രിയാധാതു പട്. പഠനാന്ന് നാ ഒഴിവാക്കിയ പട്. പട് പ്ലസ് ഊങ്ക, പഠൂങ്ക. നോക്കൂ, പട് പ്ലസ് ഊങ്ക, അതാണ് പഠൂങ്ക. മേ ഹിന്ദി പഠൂങ്ക. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഹിന്ദി പഠിക്കും. മേ ഹിന്ദി പഠൂങ്ക. ഇത് സ്ത്രീലിംഗമാണെങ്കിൽ മേ ഹിന്ദി പഠൂങ്കി. തുമ്മ വന്നപ്പോൾ തും ഹിന്ദി പഠോകെ. പട് പ്ലസ് ഓകെ, പഠോകെ. തും എന്ന സബ്ജക്റ്റ് വന്നപ്പോൾ ഇത് രാജു ഏകവചന സബ്ജക്റ്റാണ്. ഏകവചനത്തിൽ പറയുന്ന ഒരു സബ്ജക്റ്റാണ് രാജു, ഒന്ന് മാത്രമുള്ളതാണ്. ഹിന്ദി പഠേക. പട് പ്ലസ് ഏക, പട് പ്ലസ് ഏക പഠേക. ക്രിയാധാതു പട് നമുക്ക് ചേർത്തേണ്ടത് ഏക. ഇത് സീത എന്ന് വന്നു. നോക്കൂ, രാജുവിന് പകരം ഇവിടെ സീത എന്ന് വന്നു. അപ്പൊ സീത ഹിന്ദി പഠേകി. പട് പ്ലസ് ഏകി പഠേകി. ഒരു ബഹുവചന പദം വന്നു, വേ. വേ ഹിന്ദി പഠേങ്കെ. ഏങ്കെ എന്നാണ്. പട് പ്ലസ് ഏങ്കെ പഠേങ്കെ. അത് സ്ത്രീലിംഗമാണെങ്കിൽ നമുക്ക് പറയാം വേ ഹിന്ദി പഠേങ്കി. മനസ്സിലായല്ലോ? അതിൻ്റെ ഒക്കെ അർത്ഥം വരും, പോകും, പഠിക്കും, നടക്കും എന്നിങ്ങനെ അർത്ഥരൂപത്തിലാണ് സാമാന്യ ഭവിഷ്യത്ത് കാലം വരുന്നത്. ടെസ്റ്റിൽ വന്ന 2-3 സെൻറ്റൻസ് കൂടി നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ എഴുതി തരാം. അത് കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറയുന്ന ലാസ്റ്റ് ഭാഗം അവസാനിച്ച ചില സെൻറ്റൻസുകളാണ്. നോക്കൂ, സാഹിൽ അബ് തും കഹാം പഠോകെ. സാഹിൽ അബ് തും കഹാം പഠോകെ. സാഹിൽ ഇനി തും കഹാം പഠോകെ. നീ എവിടെയാണ് പഠിക്കുക, നീ എവിടെ പഠിക്കും എന്നൊരു ചോദ്യമാണ്. ഇവിടെ സബ്ജക്റ്റ് ആരാ? സത്യത്തില് സാഹിൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇവിടെ സാഹിലാണോ? അല്ല. സബ്ജക്റ്റിന് കിട്ടാൻ ഒരു പണിയുണ്ട്, നിങ്ങൾക്കറിയാലോ. ക്രിയയോട് ആര് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് സബ്ജക്റ്റ്. ക്രിയയോട് ആര്, कौन. क्रिया से कौन पूछते तो क्या उत्तर मिलेगा, वो है സബ്ജക്റ്റ്. നോക്കൂ, പഠോകെ. പഠോകെ ആര്, ആര് പഠിക്കുന്ന പറയുന്നത് ഈ സെന്റൻസിൽ? തും. തും തും എന്നതാണ് ഇവിടെ സബ്ജക്റ്റ്. ഇവിടെ തും കഹാം പഠേകെ, നിങ്ങൾ എവിടെ പഠിക്കും. ഇതിന്റെ സബ്ജക്റ്റ് തുമ്മാണ് ഇവിടെ, അതുകൊണ്ടാണ് ഓകെ എന്ന് വന്നത്. കണ്ടോ, തുമ്മാണ് സബ്ജക്റ്റ്. ഇനി അടുത്ത നോക്കൂ, തും കഹാം പഠോഗി ബേല. നീ എവിടെ പഠിക്കും ബേല. ആര് പഠിക്കും? നിങ്ങൾ എന്നാണ് ഇവിടെ സബ്ജക്റ്റ് വന്ന്. ബേല എന്നൊരു വിളി വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? തുമാണ്. അപ്പോഴും പഠോഗി വന്നു, കാരണം ഇവിടെ ലേഡി, ഇവിടെ സ്ത്രീലിംഗമാണ്, കാരണം ബേലയാണ്. സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? പഠോഗി എന്ന് വന്നത്. ഇനി നോക്കൂ, ലാസ്റ്റ് വൺ, വഹാ അക്കേല രഹൂങ്ക. വഹാ അവിടെ ഒറ്റക്ക് താമസിക്കും. ഈ സെന്റൻസിന്റെ മുന്നത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം, അറിയണം. അപ്പം അറിയാം, അവിടെ ഒറ്റക്ക് താമസിക്കും. ആരാ അവിടെ ഒറ്റക്ക് താമസിക്കുന്നത്? രാജസ്ഥാനിൽ അജ്മീറിൽ പോയി പഠിപ്പിക്കും. അവിടെ ഹോസ്റ്റലുണ്ട്, ആ ഹോസ്റ്റലിൽ ഒറ്റക്ക് പഠിക്കും, ഒറ്റക്ക് താമസിക്കും. ആരാ പറയുന്നത്? സാഹിൽ പറയാണ്, മേ വഹാ അക്കേല രഹൂങ്ക. ഞാൻ അവിടെ ഒറ്റക്ക് താമസിക്കും. അവിടെ സബ്ജക്റ്റ് മേ, ഞാൻ എന്നാണ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? രഹൂങ്ക എന്ന് വന്നത്, മേ.